സർ, ലോകത്തിലെ ഏറ്റവും വലിയ വ്യോമ പ്രതിരോധ സംവിധാനം സുദർശന ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 15-ാം തീയതിയാണ് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത് പ്രഖ്യാപിച്ചത്. അപ്പോൾ സുദർശനയുടെ ഓക്കെ. ഭാഗമായിട്ടുള്ള കുശ ഇന്ത്യ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി S-400 എന്ന് പറയുന്ന വ്യോമ പ്രതിരോധ സംവിധാനം ഇന്ത്യയുടെ കയ്യിലുണ്ട്. അപ്പോൾ അത്രയും മികച്ച ഒരു വ്യോമ പ്രതിരോധ സംവിധാനം ഉണ്ടായിരുന്നിട്ടും ഇന്ത്യ സ്വന്തമായി ഒന്ന് വികസിപ്പിച്ചെടുക്കുകയാണ്. അതാണ് സുദർശന. അപ്പോൾ ഈ കുശ കൂടി സുദർശനയുടെ ഭാഗമാകുമ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ഈ പ്രതിരോധ സംവിധാനത്തിൽ ഉണ്ടാകാൻ പോകുന്ന വലിയ മാറ്റങ്ങൾ? നമുക്ക് എങ്ങനെ ഇതിനെ വിശദീകരിക്കാം? ഇപ്പൊ ലോകത്തിൽ ഏറ്റവും വലിയ പ്രതിരോധ സംവിധാനം ആകും അത്തരത്തിൽ ഒരു പ്രഖ്യാപനം ആഗസ്റ്റ് 15-ന് നരേന്ദ്രമോദി നടത്തിയിരിക്കുന്നു. അതിന് പ്രോജക്റ്റ് സുദർശന ചക്ര അങ്ങനെയാണ് അതിന്റെ പേരിട്ട്. സുദർശന ചക്ര എന്ന് തന്നെയാണ് അതിന്റെ പേര്. അപ്പം അത് ഇതിനകത്ത് അത് വ്യോമ പ്രതിരോധ സംവിധാനമാണല്ലോ. അതിനകത്ത് മിസൈൽ പ്രതിരോധ സംവിധാനം ആയിട്ട് നമ്മൾ വികസിപ്പിച്ചെടുക്കാൻ പോകുന്ന അതിന്റെ പേരാണ് കുശ, പ്രോജക്ട് കുശ. അപ്പം അതിനകത്ത് അത് പല റേഞ്ചിനകത്ത് വരുന്നുണ്ട്. M250 150 കിലോമീറ്ററിലെ അല്ലെങ്കിൽ പറക്കുന്നതിന് രണ്ടാമത്തെ M2 250 കിലോമീറ്റർ ദൂരമുള്ളത്, മൂന്നാമത് 350 കിലോമീറ്റർ M3. അപ്പം ഇത് എല്ലാം വികസിപ്പിച്ച് 2028-ൽ അത് ഒരുപക്ഷെ 2030 ആകുമ്പോഴത്തേനും പൂർണ്ണമായിട്ടും വെളിയിൽ വരുന്ന പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. അപ്പൊ ഇത് സ്റ്റെൽത്ത് വിമാനങ്ങള്, ആളില്ലാ യുദ്ധവിമാനങ്ങള്, അല്ലെങ്കിൽ മറ്റ് ഡ്രോണുകള്, ഇവരെയൊക്കെ പ്രതിരോധിക്കാൻ പറ്റുന്ന ഒരവസ്ഥയുണ്ട്. വളരെ കൂടുതൽ ദൂരത്ത് നിന്ന് തന്നെ ഇത് ഡിറ്റക്ട് ചെയ്ത് പ്രതിരോധിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പം ഇതിനകത്ത് X-400-നകത്ത് ഉപയോഗിക്കുന്ന മിസൈൽ പ്രതിരോധ സംവിധാനത്തെ മറികടക്കുന്ന രീതിയിലേക്കുള്ള മിസൈൽ പ്രതിരോധ സംവിധാനമായിരിക്കും. അപ്പൊ നമ്മൾ ഈ ഇദ്ദേഹം പറഞ്ഞതുപോലെ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന വ്യോമ പ്രതിരോധ സംവിധാനം ലോകത്തിലെ ഏറ്റവും വലിയ, ഇപ്പൊ താടുണ്ട് ഈ അമേരിക്കയുടെ S-400. നമ്മളിപ്പോ S-400 യുക്രൈൻ റഷ്യ യുദ്ധത്തിനകത്ത് S-400 പല രീതിയിൽ അതിനെ അതിജീവിച്ച് ഡ്രോണുകളും മറ്റു കാര്യങ്ങളും ഒക്കെ വരുന്നു. പക്ഷെ നമ്മളുടെ കയ്യിൽ ഈ S-400-ഉം സോഴ്സ് കോഡും കൂടെ ചെന്നപ്പോ നമ്മളത് വികസിപ്പിച്ചാൽ അതിന് വന്ന് സുദർശനചക്ര എന്നുള്ള ഒരു പേര് കൊടുത്തിട്ട് അതിനെ അതിജീവിച്ച് ഈ പറയുന്നിടത്ത് നമ്മൾ ചെയ്ത യുദ്ധത്തിനകത്ത് അതിനെ അതിജീവിച്ച് ഒരു മിസൈലിനോ ഒരു യുദ്ധവിമാനത്തിനോ ഒരു ആളില്ലാ യുദ്ധവിമാനത്തിനോ അല്ലെങ്കിൽ ഒരു മിസൈലിനോ നമ്മൾ അതിനെ അതിജീവിച്ചിവിടെ വരാൻ പറ്റില്ല. അതായത് നമ്മളുടെ അതിനകത്ത് അവരുടെ സോഴ്സ് കോഡ് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളുടെ സംവിധാനം കൂടി കയറ്റി, അതായത് നമ്മൾ അതിനകത്ത് പലതും ആഡ് ചെയ്ത് അല്ലെങ്കിൽ ഒരു 7 ലെയർ പ്രതിരോധ സംവിധാനം ഉണ്ടാക്കി അത് ഈ പറയുന്നത് പോലെ ലോകത്തെ വെല്ലുവിളിച്ചെടുത്തിരിക്കുക. ഇപ്പം നമ്മുടെ കയ്യിലിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന, നമ്മൾ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചെടുത്ത പ്രതിരോധ സംവിധാനം, അല്ല വ്യോമ പ്രതിരോധ സംവിധാനം, റഡാർ പ്രതിരോധ സംവിധാനം, മറ്റു സംവിധാനങ്ങളും ഒക്കെ മികച്ചത് തന്നെയാണ്. അതിന്റെയാണ് F-35 വന്ന് ഇവിടെ കയറാൻ തുടങ്ങിയപ്പം അത് പിടിച്ച് നിലത്ത് വെച്ച് നമ്മൾ അല്ലെങ്കിൽ അതിനകത്ത് പറ്റിയ അപാകത ഒരുപക്ഷെ ഇന്ത്യ ഉണ്ടാക്കിയതാണോ എന്ന് സമ്മതിച്ചു തരാതെ, അല്ലെങ്കിൽ ഇന്ത്യ ഉണ്ടാക്കിയതാണെന്ന് ലോകം ചർച്ച ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയത്. അപ്പൊ ഞാനീ പറയുന്നത്, ഈ പറയുന്ന വ്യോമ പ്രതിരോധ സംവിധാനം ഈ പറയുന്ന ഇപ്പൊ വികസിപ്പിക്കാൻ അല്ലെങ്കിൽ ആഗസ്റ്റ് 15-ന് പ്രഖ്യാപിച്ച ലോകത്തെ വെല്ലുന്ന നമ്മളുടേതായ നമ്മൾ മാത്രം, ഇന്ത്യ മാത്രം, വേറെ ആരെയും പങ്കെടുപ്പിക്കാതെ ഇന്ത്യയുടെ മാത്രമായിട്ടുള്ള പ്രതിരോധ സംവിധാനത്തിനകത്ത് ഈ പറഞ്ഞ റഡാർ സംവിധാനങ്ങളുണ്ട്, ഈ പറഞ്ഞ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുണ്ട്, അല്ലെങ്കിൽ ഡയറക്റ്റ് എനർജി സംവിധാനങ്ങളുണ്ട്. അതായത് ഈ വിവിധ മേഖലയിലുള്ള റഡാർ, ഡയറക്റ്റ് എനർജി അല്ലെങ്കിൽ മിസൈൽ സംവിധാനം, ഡ്രോൺ പ്രതിരോധ സംവിധാനം, ഇങ്ങനെ വിവിധ സംയോജിതമായിട്ട്, അതായത് ഇതിനെ നോക്കുമ്പോൾ പിന്നെ ലോകത്ത് ഇതിനെ മറികടക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഒന്നും ഉണ്ടാവരുത്. എല്ലാ രീതിയിലേക്കുമുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രതിരോധ സംവിധാനം ആയിരിക്കും ഈ പറയുന്ന സുദർശന ചക്ര എന്ന് പറയുന്നത്. അതിനകത്ത് ഏറ്റവും എന്ന് വെച്ചാൽ ഏറ്റവും വലുതായിട്ട് ആക്ട് ചെയ്യാൻ പോകുന്ന, ലോകത്തിന് വെല്ലുവിളിയാൻ ആകാൻ പോകുന്ന അതാണ് പ്രോജക്ട് കുശ. അത് ഏതാണ്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ വിവിധ റേഞ്ചിൽ M1, M2, M3 എന്ന് പറയുന്ന വിവിധ റേഞ്ചുകളുണ്ട്. ഇത് 250 അല്ലെങ്കിൽ 150, 250, 300 റേഞ്ചുകൾ വരും. വളരെ ദൂരെ നിന്ന് പോലെയുള്ള ആളില്ലാ യുദ്ധവിമാനങ്ങൾ അല്ലെങ്കിൽ മിസൈലുകൾ അല്ലെങ്കിൽ വ്യോമ ആക്രമണങ്ങൾ ഒക്കെ ഡിക്റ്റേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സംവിധാനവും ഇതിനകത്തുണ്ട്. ഏതാണ്ട് 300-350 കിലോമീറ്ററിന് അപ്പുറത്ത് നിന്ന് പോലും ഡിക്റ്റേറ്റ് ചെയ്യാൻ
പറ്റുന്ന പ്രതിരോധ സംവിധാനം. അതായത് ഈ ശത്രുരാജ്യങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് അല്ലെങ്കിൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്കുള്ള ഈ പറയുന്ന സ്റ്റെൽത്ത് വിമാനങ്ങളും മറ്റും മറിച്ചിട്ടുണ്ട്. അതിനെ പോലും കണ്ടെത്തി, അതായത് തുടക്കത്തിൽ നിന്ന് കണ്ടെത്താൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു സംവിധാനം ഉണ്ട്. അതാണ് പ്രോജക്ട് കുശ എന്നുള്ള രീതിയിലേക്ക് വരുന്നത്. അതിന്റെ അവസാനഘട്ട പണിപ്പുരയിലേക്കാണ് ഏതാണ്ട് ഈ മൂന്നെണ്ണവും വികസിപ്പിച്ച് വെളിയിൽ വരുമ്പോഴത്തേന് ഏതാണ്ട് 2030 അതിന് മുമ്പ് തന്നെ ഓരോന്നോരോന്നായിട്ട് വെളിയിൽ വരുന്ന ഒരു അവസ്ഥയുണ്ട്. S-400 അത് നമ്മുടെ ഇരിക്കുന്ന അതിനെ പോലും വെല്ലുവിളിക്കുന്ന രീതിയിലേക്കുള്ള ഒരു സംവിധാനവുമായിട്ടാണ് ഇപ്പം ഇത് വരുന്നത്. സംയോജിതമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളോടും കൂടിയുള്ള വ്യോമ പ്രതിരോധ സംവിധാനത്തിന്, അതായത് അല്ലെങ്കിൽ നരേന്ദ്രമോദി പറഞ്ഞിട്ടിരിക്കുന്ന സംവിധാനത്തിന്, ലോകത്ത് വെല്ലുവിളി ഉണർത്തുന്ന സംവിധാനത്തിന്, ലോകത്തിലെ നമ്പർ 1 പ്രതിരോധ സംവിധാനമായിട്ട് മാറുമെന്ന് നമ്മുടെ മോദി പറഞ്ഞിരിക്കുന്നതിന് ഏറ്റവും അലങ്കാരമായിട്ടും അല്ലെങ്കിൽ അതിന് സുരക്ഷിതമായിട്ടുമുള്ള ഒരു മിസൈൽ പ്രതിരോധ സംവിധാനമാണ് ഈ കുശ. അതിന്റെ അവസാനഘട്ട പണിയിലേക്ക് അല്ലെങ്കിൽ പൂർത്തീകരണത്തിലേക്ക് വരുന്നു എന്ന് വേണം നമ്മളുടെ പുതിയ വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ. സർ, അപ്പോൾ അവിടെ ഉയർന്നു വരുന്ന മറ്റൊരു ചോദ്യമുണ്ട്. ഓൾറെഡി ഇന്ത്യയുടെ കയ്യിൽ S-400 ഉണ്ട്. S-400 തകർത്ത് ഇന്ത്യ ഒന്ന് തൊടാൻ ശത്രു രാജ്യങ്ങൾക്ക് സാധിച്ചിട്ടുമില്ല. പിന്നെ എന്തിന് ഈ സുദർശന ചക്ര എന്നുള്ളത്? അല്ലെങ്കിൽ റൂമറുകൾ വരുന്നത് പോലെ S-400നെ തഴഞ്ഞുകൊണ്ട് ഇന്ത്യക്ക് മേൽ ഏതെങ്കിലും തരത്തിലൊരു ആക്രമണം നടത്താൻ ഈ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്തോ മറ്റോ പാകിസ്ഥാന് സാധിച്ചിട്ടുണ്ടോ? അല്ലെ, എന്തിനു പറ്റുമെന്ന് പറഞ്ഞാൽ S-400ന്റെ അന്ത വല്ലൊരു നാടൻ ഭാഷയിൽ പറഞ്ഞ അവര് ഉണ്ടാക്കിയ അവരുടെ ഒരു ടെക്നോളജി, റഷ്യൻ ടെക്നോളജി അതിവിടെ തന്നു, അവരുടെ സോഴ്സ് കോഡ് കൂടെ തന്നതിനകത്ത് നമ്മളതിനകത്ത് വേറെ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ചില സാങ്കേതികമായിട്ട് അല്ലെങ്കിൽ നമ്മൾ തദ്ദേശമായിട്ട് വികസിപ്പിച്ചെടുത്ത പ്രതിരോധ സംവിധാനങ്ങൾ കൂടി ആഡ് ചെയ്ത് അന്നതിനും സുദർശനചക്രാന്ന് പേരിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഇതെന്ന് പറഞ്ഞാൽ ലോകത്ത് ഏറ്റവും ലോകരാജ്യങ്ങൾ ഈ പറയുന്ന യുദ്ധക്കോപ്പുകൾ ഉണ്ടാക്കുന്നതിനകത്ത് നമ്പർ 1 ആയിട്ട് നിൽക്കുന്ന ആരൊക്കെയാ, അല്ലെങ്കിൽ പ്രഗത്ഭരായിട്ട് നിൽക്കുന്ന ആരൊക്കെയാ? റഷ്യ, അമേരിക്ക, ചൈന, ഇസ്രായേൽ. ഇവരുടെ കയ്യിലെല്ലാം ഓരോ പ്രതിരോധ സംവിധാനം അവരുടെ സ്വന്തം രാജ്യത്തിന്റെ പേരിലുണ്ട്. താടുണ്ട് അമേരിക്കയ്ക്ക്. S-400 ഇപ്പൊ S-500 വരുന്നുണ്ട് ഈ പറയുന്നത് പോലെ ആർക്ക്? റഷ്യക്ക്. അത് നമ്മൾക്കെല്ലാം തന്നിരിക്കുകയാണ്. അതുപോലെ ഇസ്രായേലിന് വേറെ പേരുകൾ വരുന്നുണ്ട്. ഫ്രാൻസിന് സ്വന്തം പ്രതിരോധ സംവിധാനമുണ്ട്. ഇന്ത്യക്ക് സ്വന്തമായിട്ട് അതെങ്കിൽ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചെടുത്ത ഒരു പ്രതിരോധ സംവിധാനം പലതുണ്ടെങ്കിലും ലോകത്തിനെ വെല്ലുവിളിക്കുന്ന രീതിയിൽ ഇപ്പൊ താട് വെച്ചുകൊണ്ട് അമേരിക്ക പറയുന്നത് ഞങ്ങളുടെ അതിനകത്തൊന്നും വെല്ലുവിളിക്കാനൊന്നുമില്ല, ഞങ്ങളുടെ നമ്പർ 1 എന്ന് പറയില്ലേ. S-35 കൊണ്ടുവന്ന് പറപ്പിച്ചിട്ട് പറയും ലോകത്തെ 5ാം തലമുറ ഏറ്റവും വലിയ വിമാനമാണ്, അവിടെ എവിടെ മറിഞ്ഞു വീഴുക എന്നുള്ള കാര്യം നമുക്കല്ലേ അറിയത്തുള്ളൂ. അല്ലെങ്കിൽ S-400 വെച്ചിട്ട് റഷ്യ പറയത്തില്ല ഞങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിരോധ സംവിധാനം. അതുപോലെ തന്നെ ഫ്രാൻസിന്റെ കയ്യിലിരിക്കുന്ന, അതിന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, ഇസ്രായേലിന്റെ കയ്യിലിരിക്കുന്ന അതിന്റെ പേര് എനിക്ക് വ്യക്തമായിട്ട് ഞാൻ ഓർക്കുന്നില്ല. അപ്പൊ ഇതെല്ലാം ഉണ്ട്. അപ്പൊ നമുക്ക് സ്വന്തമായിട്ട് വേണ്ടേ? സ്വന്തമായിട്ട് വികസിപ്പിച്ചെടുക്കുന്ന ലോകത്തിലെ ഇതുവരെ വികസിപ്പിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ റഷ്യ പോലും ഏറ്റവും അവസാനം ഏറ്റവും വലിയ പ്രതിരോധ സംവിധാനമായിട്ടുള്ള റഡാർ അത് നമുക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. റഡാർ അല്ലെങ്കിൽ ആ രീതിയിലേക്കുള്ള ഒരു പ്രതിരോധ സംവിധാനം അതിനെ പോലും മറികടക്കുന്ന പ്രതിരോധ സംവിധാനം ഇന്ത്യ ഉണ്ടാക്കുമെന്നാണ് പറഞ്ഞത്. ഇതിനപ്പുറം ഇനി ഉണ്ടാക്കേണ്ടി വരും പല രാജ്യങ്ങൾ. അപ്പൊ അത് നമ്മുടേത് മാത്രമാവുന്നു. അതിനകത്താണ് കഴിഞ്ഞ ദിവസം റഷ്യ ചോദിച്ചത് ഞങ്ങളെയും കൂടെ പങ്കാളിയാക്കുമോ അല്ലെങ്കിൽ ഞങ്ങളുടെ സാധനങ്ങൾ ഉപയോഗിക്കുമോ? അപ്പൊ അതിനകത്ത് നമ്മൾ മറുപടി പറഞ്ഞിട്ടില്ല. ഇത് നമ്മുടേത് മാത്രമാകുന്ന ഒരവസ്ഥയിൽ വന്നാൽ, അതിനകത്ത് വിജയം കണ്ടാൽ, ഇപ്പം സിന്ധൂറിന് ശേഷം നമ്മളുടെ ആയുധങ്ങൾക്ക് ലോകത്തുണ്ടാകുന്ന ഒരു വില, നമ്മളുടെ ബ്രഹ്മോസ് കൊടുക്കാൻ പറ്റാത്തോളം ആളുകൾ ക്യൂ നിൽക്കുന്ന ഒരവസ്ഥ, നമ്മളുടെ D4 ഈ പറയുന്ന ഡ്രോൺ പ്രതിരോധ സംവിധാനത്തിന് കിട്ടുന്ന ഒരു വില, നമ്മുടെ മിസൈലുകൾക്ക് അല്ലെങ്കിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന പല ആയുധങ്ങൾക്കും തദ്ദേശീയ ആയുധങ്ങൾക്കും ലോകം കൊടുത്തിരിക്കുന്ന ഒരു വിലയും അല്ലെങ്കിൽ അതിന്റെ ഒരു ഡിമാൻഡും, അഗ്നി 5 അല്ലെങ്കിൽ മറ്റു പല മിസൈലുകളും ഒക്കെ ഓരോന്നോരോന്ന് എടുത്തു പറയുന്നതിനകത്തിൽ അതുപോലെ ഇപ്പൊ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആഴ്ച DRDO ഓരോന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. മിസൈൽ ആയാലും കൊള്ളാം, ഡ്രോൺ ആയാലും കൊള്ളാം. ഇപ്പൊ തന്നെ 5ാം തലമുറ വിമാനം സ്വന്തമായിട്ട് നിർമ്മിക്കുന്നു, അതിന്റെ എഞ്ചിൻ ഇവിടെ നിർമ്മിക്കുന്നതിന് വേണ്ടി തയ്യാറാകുന്നു. അതിന് ഫ്രാൻസ് നമ്മുടെ ഇവിടെ വരുന്നു. എല്ലാം ഇവിടെ വെച്ച് നിർമ്മിച്ച് പണ്ട് പലയിടത്തും നിർമ്മിക്കുന്നിടത്ത് എല്ലാം ഇവിടെ വെച്ച് നിർമ്മിച്ച് മേക്കിംഗ് ഇന്ത്യ, മെയ്ഡ് ഇൻ ഇന്ത്യ സംവിധാനത്തിൽ കൂടി പോകുന്ന ഒരു അവസ്ഥ വരും. ഇപ്പൊ ചോദിച്ചതിനകത്ത് സുദർശനാക്ര ഇപ്പം എന്ന് പറയുന്ന സംവിധാനത്തിന് അപ്പുറം അല്ലെങ്കിൽ അത് വരുന്നതിന് മുമ്പ് വരെ നമ്മുടെ കയ്യിലിരിക്കുന്ന പ്രതിരോധ സംവിധാനം എല്ലാം മെച്ചമാണ്. അപ്പൊ മെച്ചമായതുകൊണ്ടോ എന്ന് പറഞ്ഞാൽ പായസത്തിനകത്ത് മധുരം കൂടെ കൂടിയ കുഴപ്പമല്ലോ ഉണ്ട്. ഒരെണ്ണം കൂടെ അതിനെക്കാട്ടി ലോകത്ത് നമ്പർ 1 ആയിട്ടുള്ള സാധനം നമ്മുടേതായിട്ട് സ്വന്തമായിട്ടുള്ളതും വരുന്നതിനകത്ത് കുഴപ്പമൊന്നുമില്ല. അപ്പൊ സ്വന്തമായിട്ട് ഇന്ത്യക്കെല്ലാം കഴിയുമെന്ന് കാണിക്കുന്നതിന് വേണ്ടി പല കാര്യങ്ങളും അങ്ങനെ തെളിയിച്ചതിന്റെ കൂട്ടത്തിൽ ഈ പറയുന്ന പ്രതിരോധ സംവിധാനവും ഇന്ത്യക്ക് സ്വന്തമാകുന്നു, അത് ലോകത്തെ നമ്പർ 1 ആക്കുന്നതിന് വേണ്ടിയുള്ള
ഒരു നീക്കമാണ് നടത്തുന്നത്. അതങ്ങനെ തന്നെ വരുമെന്നുള്ള രീതിയിലേക്കാണ് ലോകം ഇപ്പം ഉറ്റുനോക്കുന്നതും അതിനകത്ത് നിന്ന് വരുന്ന വാർത്തകളും. അതാണ് ഇപ്പോഴത്തെ ഈ ചോദിച്ചതിനകത്ത് നമുക്ക് പറയാനുള്ളത്. അതായത് സ്വന്തമായിട്ട് ഒരു വ്യോമ പ്രതിരോധ സംവിധാനം കൂടാതെ അത് ലോകത്തിലെ നമ്പർ 1 ആക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ഇന്ത്യ നടത്തിയത്. എന്തായാലും ഇത്തരത്തിൽ ഏറ്റവും വലിയ ലോകത്തിലെ ഏറ്റവും വലിയ വ്യോമ പ്രതിരോധ സംവിധാനമായിരിക്കും ഇന്ത്യ സ്വന്തമായി വികസിപ്പിക്കാൻ പോകുന്ന സുദർശന ചക്ര എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പറഞ്ഞു. ഓൾറെഡി നമ്മുടെ കയ്യിൽ S-400 ഉണ്ട്. അതിനേക്കാൾ മികച്ച ഒന്ന് എന്നാണ് ഇന്ത്യ പറയുന്നത്. ഈ S-400നെ അല്ലെങ്കിൽ അത് കടന്ന് ഇന്ത്യയിലേക്ക് ഒരു മിസൈൽ അയക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് പാകിസ്ഥാന് പോലും സാധിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. അപ്പോൾ അതിനേക്കാൾ മികച്ച ഒന്ന് ഇന്ത്യ ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. എന്തായാലും വ്യക്തമാണ്. താങ്ക് യു പ്രശാന്ത് സർ.